നമസ്കാരം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ സാക്ഷാൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവർകൾ ആദ്യത്തെ അടി നമ്മുടെ കേരളത്തിന്റെ കാളകൂട വിഷം വമിക്കുന്ന വിഷപ്പാമ്പിന്റെ നെറുകന്തലയ്ക്കുള്ള അടിയാട്ടോ. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞിരുന്നു, വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് ഞാൻ സ്വീകരിക്കും. അതായത് വർഗീയത വെച്ച് പുലർത്തുന്ന ഒരുത്തനെയും നേരാവണ്ണം അല്ലെങ്കിൽ ഒരുത്തികളെയും നേരാവണ്ണം ഇവിടെ ഞാൻ അനുവദിക്കത്തില്ല, ഞാനത് നടപ്പാക്കുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ചില ആളുകൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയൊക്കെ BJP RSSന്റെ ഒക്കെ ഭാഗമാണ്, അല്ലെങ്കിൽ അവരുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതൊക്കെ പറയുന്നത്. കേരളത്തിലെ ജനങ്ങളെല്ലാം അരിയാഹാരമാണല്ലോ തിന്നുന്നല്ലേ, അവരങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, നോക്കാം എങ്ങനെയാണ് ഭരണം മുന്നോട്ട് പോകുന്നത്. ഇനി അവരിനിപ്പം എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചാൽ നമുക്ക് പ്രതികരിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടല്ലോ, നമുക്ക് പ്രതികരിക്കാമല്ലോ. ഈ രാജ്യം എന്ന് പറയുന്നത് അനീതികൾക്കെതിരെ പോരാടാനും അതിനെതിരെ സംസാരിക്കാനും നമ്മളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് സാധിക്കും. എന്തായാലും കേരളത്തിലെ ഹൈന്ദവ മത വിശ്വാസികളുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറക്കുന്ന ഈ ഒരു വിഷജീവിയെ പൂട്ടുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷജീവി നമ്മുടെ വി.ഡി. സതീശൻ അവരുകളെ വെല്ലുവിളിച്ചിരുന്നു. അന്ന് അത് ഏറ്റെടുത്തുകൊണ്ട് ആ വെല്ലുവിളിക്ക് ഒരു കൃത്യമായിട്ടുള്ള മറുപടിയും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ കൃത്യമായിട്ട് കൊടുത്തു. ഈ ഒരൊറ്റ മറുപടി മാത്രം മതി ഇദ്ദേഹം ഇനിയിപ്പോൾ കേരളത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നുള്ളത്. നാഴികയ്ക്ക് 40 വട്ടം ഉറക്കം എഴുന്നേറ്റ് മുഖം പോലും കഴുകാതെ കണ്ണും തിരുമ്മി വന്നിരുന്നുണ്ട് ഇവിടെ ഒരു മതത്തെക്കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറയുന്ന ഈ വൃത്തികെട്ട സാധനത്തിന് വി.ഡി. സതീശൻ അവറുകൾ പൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ. അമ്മാതിരി അടിയായിരിക്കും കൊടുക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സ്വാമി ഉണ്ടല്ലോ, പുള്ളി ഇച്ചിരി മോഡേനായിട്ടുള്ളൊരു സ്വാമിയാണ്. ഇദ്ദേഹം ഈ വിഷപ്പാമ്പിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഹൈന്ദവ സഹോദരനും നല്ല കിടുക്കാച്ചി മറുപടി കൊടുക്കുന്നുണ്ട്. ഈ നല്ല ഹൈന്ദവ സഹോദരങ്ങൾ, അതായത് ഈ രാജ്യത്തോട് കൂറുള്ള, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ മറ്റു മതവിഭാഗങ്ങളെ ഏകോദര സഹോദരങ്ങളെ പോലെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരൊക്കെ സംഘപരിവാറിന് കാണുമ്പോഴത്തേക്ക് ഊത്തലും ചൊറിച്ചിലും ഉണ്ടാകും. അവര് ഈ സംഘികൾക്കെതിരെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ വന്നിട്ട് പറയുന്നത് നീ ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചു എന്നാ പറയുന്നത്. ഇതിൽ ഈ ഹിന്ദുക്കളുടെ അട്ടിപ്പറ അവകാശം സംഘപരിവാറിന് ആരെങ്കിലും തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ ഈ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ടല്ലോ, അവരെയൊക്കെ ഈ പറയുന്നവന്മാര് ഹിന്ദുവായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇതിനൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള മറുപടിയും നമ്മുടെ വിഷപ്പാമ്പിന്റെ പത്തി അടിച്ചു പൊളിക്കുന്ന നമ്മുടെ സ്വന്തം വി.ഡി. സതീശൻ അവർകൾ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആ മാസ് മറുപടിയും കാണാതെ പോയാൽ വലിയൊരു നഷ്ടമായിരിക്കും. വീഡിയോ ഉണ്ടോളൂ. ഇനിയിപ്പോ ആകെ പ്രതീക്ഷയുള്ള വെച്ചാൽ ഇപ്പൊ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസ് ഭരണത്തിൽ വന്നിട്ടുണ്ട്. അവിടെ വി.ഡി. സതീശന്റെ സർക്കാർ ഇത്തരത്തിലുള്ള ഈ വിഷം മാത്രം വഹിച്ചുകൊണ്ട് ഈ മനുഷ്യ മനസ്സുകളിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഇത്തരം ആളുകളെയൊക്കെ നിലയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ അത് വലിയ കാര്യം. പിന്നെ കൂടാതെ ഭരണഘടന പഠിക്കട്ടെ, മനുസ്മൃതി അല്ല എന്നുള്ളത്, ഈ നാട് കൊണ്ടു നടക്കുന്ന മനുസ്മൃതി അല്ല എന്നുള്ളത് ഇത്തരം ആളുകളൊന്ന് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് ഇത്തരം ആളുകളെ, ഈ ശശി ടീച്ചറെ പോലുള്ള ആൾക്കാരെ ഒതുക്കി നിർത്തിയാൽ BJPക്കും വേണമെങ്കിൽ ഭരണം പിടിക്കാം. നമുക്ക് ആര് ഭരിച്ചാലും നമ്മൾ പണിക്ക് പോകണമെന്നാലും നമുക്ക് എന്താ. പക്ഷെ മറിച്ച് ഇത്തരത്തിൽ വർഗീയതയുള്ള ആൾക്കാർ, വർഗീയത മാത്രം കൊണ്ടുനടക്കുന്ന ആൾക്കാരെ ഇങ്ങനെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയ കഷ്ടമാകും. അതൊന്നും വെച്ചു പൊറിപ്പിക്കുന്ന പ്രശ്നമില്ല. അതിനോടൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. സെക്യുലർ നിലപാടിന്, മതേതര നിലപാടിന് ഒരു കോംപ്രമൈസും ഇല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല, പിന്നെ ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പോണ ഒരു കോംപ്രമൈസും ഇല്ല. കേരളത്തെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കില്ല. വരാനിരിക്കുന്ന തലമുറകൾ സൗഹാർദ്ദത്തോടു കൂടി, നമ്മുടെ മക്കളും കൊച്ചുമക്കളും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു കേരളം, അത് തകർക്കാൻ ഒരു ശക്തിയെ സമ്മതിക്കില്ല. എന്തു വില കൊടുത്താൽ എതിർക്കും. മുസ്ലിം ലീഗിനെ ചേർത്ത് വെച്ചുകൊണ്ട് BJP രാജീവ് ചന്ദ്രശേഖരൊക്കെ അടിച്ചിറക്കിയ കുറച്ച് വൃത്തികേടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വർഗീയ പരാമർശങ്ങളല്ല എന്നൊരിക്കലും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള കുറെ കൂതറ സ്വഭാവം അവർ കാണിച്ചു എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് UDFന്റെ ഒരു ഭാഗമാണ്. അവരുടെ 10-22 MLA കൂടി ചേരുന്നതാണ് അവരുടെ മന്ത്രിസഭ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവർ ഭരണം പിടിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മുസ്ലിം ലീഗിന് തീരുമാനങ്ങൾ എടുക്കാൻ എന്താ കഴിയില്ലേ? UDF പാർട്ടിയിൽ അവർക്കൊന്നും മിണ്ടാൻ കഴിയില്ലേ? അവർ മിണ്ടും, അവർ തീരുമാനങ്ങൾ എടുക്കും. തോറ്റു തുന്നം പാടിയിരിക്കുന്ന നിങ്ങൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? ഇനി ഒരു 10 വർഷം പിന്നിലോട്ട് നമുക്കൊന്ന് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ശശികല മേഡം അവരെയൊക്കെ അടക്കിയിരുത്താൻ വി.ഡി. സതീശൻ തുടങ്ങുകയാണ് ഒരു കളി. അതിനു മുൻപ് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം, ഒരു ഓർമ്മ പുതുക്കലാണ്. ക്ഷേത്രസ്വത്ത് സർക്കാർ കൊള്ളയടിച്ചതായി താൻ പ്രസംഗിച്ചുവെന്ന് തെളിയിക്കാനായിരുന്നു വി.ഡി. സതീശനോടുള്ള ശശികല ടീച്ചറുടെ വെല്ലുവിളി. ഞാൻ വെല്ലുവിളിക്കുന്നു, സർക്കാർ നേരിട്ട് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുള്ള CD 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ടർ ചാനലിലൂടെ കാണിക്കാൻ ഞാൻ വി.ഡി. സതീശൻ സാറിനെ വെല്ലുവിളിക്കുന്നു. ഇന്നലെ റിപ്പോർട്ടർ TV ചാനലിൽ നടന്ന ചർച്ചയിൽ കേരളത്തിലെ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ വരുമാനം സർക്കാർ ഖജനാവിലേക്കാണ് പോകുന്നതെന്നും ഇത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള സംഘപരിവാർ ശക്തികൾ കുറെ നാളുകളായി കേരളത്തിൽ എല്ലായിടത്തും നടത്തുന്ന പ്രചരണത്തിന്റെ കള്ളത്തരം പൊളിക്കാൻ ധാരാളം തെളിവുകൾ നിയമസഭയിൽ നടത്തിയ സബ്മിഷന്റെ മറുപടിയായി
നമ്മുടെ ദേവസ്വം മന്ത്രി CVS ശിവകുമാർ നടത്തിയ പ്രസ്താവനയുടെ വിശദഭാഗങ്ങൾ ഞാൻ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ സമയത്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും അങ്ങനെ ഒരു പ്രസംഗം തങ്ങളാരും നടത്തിയിട്ടില്ലെന്നും താൻ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനകം അതിന്റെ ഓഡിയോ ടേപ്പ് ഹാജരാക്കാൻ എന്നെ വെല്ലുവിളിക്കുകയുണ്ടായി ശ്രീമതി ശശികല ടീച്ചർ. ഞാൻ ആ വെല്ലുവിളി ചർച്ചയിൽ തന്നെ ഏറ്റെടുക്കുകയും ഇന്നിപ്പോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോസ്റ്റിനോടൊപ്പം ശശികല ടീച്ചർ ചാലക്കുടിയിൽ നടത്തിയ വിവാദപരമായ പ്രസംഗത്തിന്റെ ഓഡിയോ ടേപ്പ് ഇവിടെ ഇതോടുകൂടി പോസ്റ്റ് ചെയ്യുകയാണ്. ഇനി കഴിഞ്ഞില്ല ഈ പട്ടിണിക്ക് നമുക്ക് ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കണം. എങ്ങനെ ഹിന്ദുവിന് പട്ടിണി വരുന്നു? ഹിന്ദുവിന് പണമില്ലേ? പണമുണ്ട്. ഗുരുവായൂർ, ശബരിമല, വൈക്കം, ഏറ്റുമാനൂര് പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ കോടികളാണ് കുമിഞ്ഞു കിടക്കുന്നത്. പാവപ്പെട്ട ഞാനും നിങ്ങളും നമുക്ക് കൂട്ടായി ദൈവമല്ലാതെ മറ്റാരുമില്ല എന്ന ചിന്തയില് കണ്ണീരിൽ കുതിർന്ന നാണയത്തുട്ടുകൾ കൊണ്ടുപോയി ഭണ്ണാരത്തിലിട്ട് കോടികൾ അവിടെ വരുത്തുന്നുണ്ട്. ഗുരുവായൂരെ ഒരു മാസത്തെ നടവരവ് രൂപ മാത്രം ഒന്നിച്ചില്ലാനും കോടിയാണ്. എവിടെ പോകുന്നു ഈ പണം എന്ന് ഈ നിൽക്കുന്ന ഹിന്ദുക്കൾക്ക് എപ്പോഴെങ്കിലും ചോദിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അങ്ങാടിയിൽ ഇരിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വരുമായിരുന്നില്ല. നിങ്ങൾ ഞാനും അതിൽ കുറ്റവാളിയാണ്. എവിടെ പോകുന്നു ഈ പണം അന്വേഷിച്ചിട്ടുണ്ടോ? ഇടാൻ മാത്രമല്ല നമുക്ക് ബാധ്യതയുള്ളൂ. മാസാവസാനം ഭണ്ണാരം പൊളിക്കുമ്പോ ഭഗവാൻ കൃഷ്ണൻ മഞ്ഞപ്പട്ട് വിരിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടോളൂ പറഞ്ഞു കൊണ്ടോണ്ടോ? അതാണോ ഹിന്ദുവിന്റെ ചിന്ത? അവിടെ കുമിഞ്ഞുകൂടുന്ന കോടികളും സ്വർണവും വെള്ളിയും ഏതിലെ പോകുന്നു? ഗുരുവായൂർ ഒരു മണ്ഡലകാല, ശബരിമലയിൽ ഒരു മണ്ഡല സീസൺ കഴിഞ്ഞാൽ നേരിട്ട് സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നത് 3000 കോടി രൂപയാണ്. ഹിന്ദുവിന്റെ അമ്പലങ്ങൾ അത്രയും പിഴിഞ്ഞെടുത്ത് ഹിന്ദുവിനെ പട്ടിണിയിലേക്ക് തള്ളിയിട്ട് കന്യാസ്ത്രീകളുടെ ഇരയാക്കി മാറ്റുമ്പോ ഇതുവരെ പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു എങ്കിൽ നമുക്ക് വഴിയെടുക്കേണ്ടി വരുമായിരുന്നില്ല. ഇനി എടുത്തേ പറ്റൂ, എന്നെ പിടിവിട്ടുപോയി. തീർച്ചയായിട്ടും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ളപ്രചരണം ഇത് ഒരു സത്യാവസ്ഥയും ഇല്ലാത്ത ഒന്നാണെന്നും വാസ്തവവിരുദ്ധമായ ഒന്നാണെന്നും നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ തങ്ങൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല എന്നുള്ള വാദമുഖം കൂടി, ശശികല ടീച്ചറുടെ വാദമുഖം കൂടി ഈ ഓഡിയോ ടേപ്പോട് കൂടി പൊളിയുകയാണ്. 10 വർഷം മുമ്പ് പൊളിച്ചടക്കിയ ഒരു വീഡിയോ ആണ് കേട്ടോ. എന്നാൽ ഇന്നും ചില സംഘികൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണെന്നുള്ളതാണ്. ശബരിമലയിലെയും ഗുരുവായൂർ അമ്പലത്തിലൊക്കെ വരുമാനം അത് ഗവൺമെന്റ് അടിച്ചെടുക്കുന്നു എന്നുള്ളത്. കൃത്യമായിട്ട് ഓഡിറ്റിംഗും കാര്യങ്ങളും ഹൈക്കോടതിയാണ് നടക്കുന്നത്. അവിടെ നിന്ന് 1 രൂപ പോലും എടുക്കുന്നില്ല. പകരം നമ്മുടെ ഖജനാവിൽ നിന്നുള്ള സമ്പത്ത് അമ്പലത്തിന്റെ പല വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം എന്തുകൊണ്ട് ആരും പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ചില ആളുകളുടെ പ്രശ്നമാണ് ഹിന്ദുക്കൾക്കെതിരെ ഞാൻ ഭയങ്കര വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഹിന്ദുക്കൾക്കെതിരെ, ഈ BJPക്കെതിരെ വീഡിയോ ചെയ്യുന്നതിന് എങ്ങനെ ഹിന്ദുക്കൾക്കെതിരെ ആവുന്നത്? RSSനെതിരെ വീഡിയോ ചെയ്യുന്നത് എങ്ങനെ ഹിന്ദുക്കൾക്കെതിരെ ആവുന്നത്? ഈ RSSും BJP ഒക്കെ ഹിന്ദുക്കളെ വളർത്താൻ തുടങ്ങിയിട്ട് എത്ര നാളായി? നമ്മൾ ഉണർത്താനും ഉറക്കാനും ഇവരെന്തിനാ വരുന്നത്? നമുക്കറിയാമല്ലോ. ഉണരാനും ഉറങ്ങാനും അന്ന് ചെരിഞ്ഞു കിടക്കാനൊക്കെ നമുക്കറിയാം. ഇവർ വന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം 2014 മുൻപ് വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇല്ല. ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? BJP ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ചതിയിലൂടെ പിടിച്ചെടുത്തപ്പോ. എന്താണ് ചതി എന്ന് എല്ലാവർക്കും അറിയില്ല. വാഗ്ദാനങ്ങൾ തന്നെയാണ് ആ ചതി. പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ. അതും വെച്ചുകൊണ്ട് അധികാരത്തിലേറി പിറ്റേ ദിവസം മുതൽ കാണാൻ തുടങ്ങുന്നതാണ് ഈ വർഗീയത. അപ്പൊ ഈ വിഷജീവികൾക്കുള്ള മറുപടി നമ്മുടെ പ്രിയപ്പെട്ട ആ ഹൈന്ദവ സഹോദരൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ BJPനെയോ RSSനെയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ രാജ്യദ്രോഹിയാവും, അവൻ ഹിന്ദു വിരോധനാവും. അത് ഹിന്ദു മതത്തിൽപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ പോലും അവൻ ഹിന്ദു വിരോധിയായിരിക്കും. ഇവിടുത്തെ സുഡാപ്പികൾക്കും മറ്റവർക്കും വേണ്ടി കുഴലൂത്തി നടത്തി കൊടുക്കുന്ന ആളാണെന്നൊക്കെയാണ് ഈ വേട്ടാവളിമാർ പറയുന്നത്. എന്നാൽ ഇവിടുത്തെ ഹിന്ദു എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളെയും ഒരേപോലെ കൊണ്ടുപോകാനും കാണാനും ശ്രമിക്കുന്ന സഹോദരങ്ങളാണ് യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾ. എന്തായാലും ഇനി ഇതിൽ കൂടുതലൊരു മറുപടി നമ്മൾ കൊടുക്കണ്ടല്ലോ അല്ലേ. എന്നാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റിട്ടുള്ള നമ്മുടെ VD സതീശൻ അവർകൾ കൃത്യമായി ഇതിനെതിരെയൊക്കെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതങ്ങനെ തന്നെ എടുക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇതുപോലുള്ള വിഷജീവികളുടെ പത്തി അടിച്ച് പൊളിക്കേണ്ടത് അത് കേരളത്തിന്റെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.